അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നും ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് ഇതിൽ കാണിക്കുന്നത്. എല്ലാം അറിയുന്ന റെസിപ്പി തന്നെയാണ്, അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. എന്നാലും ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്ക് സാധാ ചോറുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതിനെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു മസാല ചോറാണ് ഉണ്ടാക്കിയത്. മഞ്ഞ കളറിൽ തേങ്ങ ചോറല്ല, കാരണം തേങ്ങാപ്പാലൊന്നും ഇട്ടിട്ടില്ല. സാധാരണ കുറച്ച് പൊടികൾ, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു ചോറ്, ഒരു മഞ്ഞ കളറിലുള്ള. ഒന്നാമത് ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മസാലപ്പൊടികളും ഇതിലിട്ടിട്ടില്ല. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തേക്ക് തലേന്ന് രാത്രി തന്നെ ഇഡ്ഡലിക്കും ദോശക്കുമുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, പച്ചരിയും ഉഴുന്നുമാണ്. ഈ ഒരു ബാറ്റർ കൊണ്ട് തന്നെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുക കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഇഡ്ഡലിക്ക് വേറെ ദോശക്ക് വേറെ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ ഒരേ ബാറ്റർ തന്നെയാണ് രണ്ടിനും എടുക്കാറ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കുക. അപ്പം ഈ ഒരു ബാറ്റർ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ ദോശ പോലെയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിലൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് കാണാം. അങ്ങനെയൊന്നും വേണമെന്നില്ല ഈ ഒരു പേപ്പർ ദോശ ഉണ്ടാക്കാനായിട്ട്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചോറ് എന്നുള്ള അളവിൽ ആ ഒരു റേഷ്യോയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കിട്ടും. അതേ ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയും ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്താത്തവർ. പിന്നെ ഇതിനിപ്പോൾ ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. സാധാ ചട്നി തന്നെയാണ്, തേങ്ങ ചട്നി. അതിലേക്ക് പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ അത് കടുക് ഒഴിച്ചെടുക്കുക. നല്ല പുളിപ്പും നല്ല ടേസ്റ്റും ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ബൗളിലാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലി തട്ടൊക്കെ ഉണ്ട്, എന്നാലും ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി, അതിലും നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശ, പിന്നെ സാമ്പാർ. അത് എന്തായാലും തലേന്ന് സാമ്പാറാണെങ്കിൽ പിറ്റേത്തെ ദിവസം എന്തായാലും ഇഡ്ഡലിയോ ദോശയോ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സാമ്പാർ വെക്കുന്നത് തന്നെ. സാമ്പാറാക്കുന്ന ദിവസം എന്തായാലും അരി അവിടെ ആദ്യമേ അങ്ങ് കുതിർത്ത് വെക്കും, നാളെ ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ സാമ്പാറും നല്ല അടിപൊളി ചട്നിയും ഈ ഒരു ക്രിസ്പി ദോശയും ഇഡ്ഡലിയും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ ദോശ. ഈ ഒരു അളവിൽ ഞാനിപ്പം പറഞ്ഞു തന്ന ആ ഒരു അളവിൽ തന്നെ ഒന്ന് ദോശൻ്റെ ബാറ്റർ ഉണ്ടാക്കി നോക്ക്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചോറും എന്ന ക്രമത്തിൽ വെച്ചിട്ട് ഒന്ന് അരച്ചു നോക്ക്. ആ ഒരു റേഷ്യോയിൽ വെച്ചിട്ട് അരച്ചു നോക്ക്. നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. പിന്നെ സോഫ്റ്റ് ആയിട്ടാണെങ്കിലും നല്ല ക്രിസ്പിയും ആയിട്ട് കിട്ടും. ഇഡ്ഡലിയും അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നമുക്കിങ്ങനെ മുറിച്ചെടുക്കുമ്പം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഇഡ്ഡലി ആയിരിക്കണം തിന്നാൻ കിട്ടുന്നത് അല്ലേ. ആ ഒരു രീതിയിലുള്ളതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ പിന്നെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ പണിയിലേക്ക് ഇറങ്ങി. ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ് മസാല ചോറ് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബീഫ് കുരുട്ടി വരട്ടിയെടുത്തതും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഉമ്മ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നാസ്തയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെയാണ്. അതൊക്കെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മ ഇതാ ചോറ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് വരുന്നുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഉമ്മാക്ക് കുക്കറിൽ കുറച്ച് ഈസിയാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കുക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചോറൊക്കെ. എന്തായാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെ എനിക്ക് തോന്നും. ഉമ്മാക്ക് അതൊരു ഈസിയാണ്, എല്ലാം ഒരു കൈക്കണക്കുമാണ് ഉമ്മാക്ക്. അപ്പോൾ കുക്കറിലേക്ക് ഇപ്പം ഗീയും ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീൻ്റെ ബോട്ടിൽ ഇപ്പം ലാസ്റ്റായി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് കുലുക്കി മിക്സ് ആക്കി എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ചൂടായി വന്നു കഴിഞ്ഞാൽ പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് പൊട്ടിച്ചെടുത്തിട്ട്
കുറച്ചൊരു 2 പിടിയോളം ഉള്ളിയും അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒരു മസാല ചോറല്ലേ, അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള മസാല ചോറ് തേങ്ങച്ചോറിനൊക്കെ എന്താ പറയുക, കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ ഒന്നങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഷാഹി ജീര എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേ പൊടികളൊന്നും ചേർക്കുന്നില്ല, കാരണം ഒരുപാട് മസാല പൊടികളൊക്കെ ആയാലും ചോറ് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എന്താ പറയുക, നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള, ഒന്നാമത് ചൂടല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ പൊടികൾ ചേർത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും എല്ലാം ഒരേ അളവിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരമുറിയോളം നാരങ്ങയും കൂടെ അങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അളവ് വെച്ചിട്ട് അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു ഇതിൽ എനിക്ക് അളവ് പറയാൻ കഴിയുന്നില്ല, കാരണം ഉമ്മയാണ് ചോറുണ്ടാക്കുന്നത്. ഉമ്മക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു കൈക്കണക്കാണെല്ലാം. അപ്പം അത് പെർഫെക്റ്റ് ആവുകയും ചെയ്യാറുണ്ട്, എനിക്കത്ര ശരിയാവില്ല. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പം അരി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുഴുങ്ങലരിയാണ്, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ്. ഈ ഒരു അരിക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അളവ് കറക്റ്റാക്കിയിട്ട് എടുത്താൽ പോരാ, ഒരു ഗ്ലാസ് കൂടുതൽ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരി എടുക്കുന്ന പാത്രത്തിൻ്റെ ഡബിൾ സൈസിനെക്കാട്ടിലും ഒന്ന് കൂടുതൽ വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പുഴുങ്ങലരി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുണ്ടാവുമല്ലോ. നേരിയരി ആവുമ്പം 1/2 ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ചോറിനി ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ചോറ് അവിടെ വേവുന്ന സമയത്തേക്കും ബീഫിൻ്റെ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കഴുകിയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ബീഫ് ഞാനിപ്പോൾ ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചി കുറച്ച് അധികം അങ്ങ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ചതച്ചിട്ടായാലും പേസ്റ്റ് ആയാലും ഇനി അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇഞ്ചി എന്തായാലും ഇട്ട് കൊടുക്കണം ബീഫിൽ. ആ ഒരു നൂറ് ഇറങ്ങാൻ ഇഞ്ചി നല്ലതാണ് എന്ന് പറയും, ബീഫിൻ്റെ നൂറ് ഇറങ്ങാനേ. ഇപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. നമ്മളിവിടെ ഞമണ്ടി കുഴച്ചെടുക്കുക എന്ന് പറയും. നന്നായി ഞമണ്ടി കുഴച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ബീഫ് വേവുന്ന ഇതിന് മാത്രമുള്ള വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് 3-4 വിസിലിന് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഇത് കണ്ടോ, ഒരു ക്ലീനിങ് ലിക്വിഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ചെറുനാരങ്ങൻ്റെ തൊലി കൊണ്ട്, നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് തൊലി കളയാണ്ട് ഇതേപോലെ കൂട്ടി വെച്ചിട്ട് പിന്നെ അത് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡാണ്, കുറച്ച് സിർക്കയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു ലിക്വിഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആവുന്ന, എന്താ പറയുക, നല്ല അടിപൊളി സാധനമാണ്. നല്ല ക്ലീനാവും, നെയ്മഴുക്കൊക്കെ അങ്ങനെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വീട്ടിൽ നാരങ്ങ തൊലിയൊന്നും കളയാണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം ബീഫ് ഇത് അത്യാവശ്യം അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ഉള്ളിൽ നിന്നും ബീഫിൽ നിന്നൊക്കെ ഇറങ്ങിയ തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമുണ്ട്. അതിനി ഒന്നങ്ങ് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 നാരങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങൻ്റെ ചെടി ഇവിടെ ഉണ്ട്, നാരങ്ങയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇല ഇങ്ങനെ പറിച്ചപ്പോൾ 2-3 എണ്ണം നല്ല മണമായിരിക്കും. നാരങ്ങൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പം ബീഫ് ഒന്ന് കുരുട്ടി വരട്ടിയെടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് ഗീയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ബീഫ് ഗ്രേവിയോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി വേണമെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മസാല ചോറിന് വേണ്ടിയിട്ടായതുകൊണ്ട് അങ്ങനെ അങ്ങ് ഗ്രേവി ആയിട്ടുള്ളത് വറ്റിക്കുന്നില്ല. പിന്നെ ബീഫും കുറച്ച് മാത്രമേ ഉള്ളൂ, അന്ന് വാങ്ങി വെച്ചത് ബാക്കിയുള്ളത് ഇന്ന് കറി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് നെയ്യിലൊക്കെ ഒന്നങ്ങ് പിടിച്ചെടുത്ത് എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. 1-2 തവണ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്നങ്ങ് ഇളക്കി വറ്റിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് പച്ച ഉള്ളി മുകളിൽ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കറിയൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും, തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും കണ്ടോ നമ്മുടെ ചോറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു വിസിലിന് അങ്ങ് ഓഫ് ചെയ്തതാണ്. പിന്നെ ഒന്ന് പ്രഷറൊക്കെ പോയി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കുന്നത്. അപ്പോഴേക്കും നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളരിയൊന്നുമില്ല. കുക്കറിലാവുമ്പം ഒരു വിസിലിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളും. ഇനി ഒന്ന് അടി തൊട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ ബീഫ് കറിയോടൊപ്പം സെർവ് ചെയ്യാം.
നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ടില്ല, എന്നാൽ അത്ര മൈൽഡായിട്ടുള്ള മസാല ആയതുകൊണ്ട് തന്നെ നമുക്ക് തിന്നാൻ അത്ര മടുപ്പ് തോന്നില്ല. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലച്ചോറും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചൂടോടുകൂടി അങ്ങ് സെർവ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കച്ചമ്പർ ഉണ്ടാക്കണം. അതിനായിട്ടൊന്നുമില്ല, സാധാരണ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഈ ഒരു കച്ചമ്പർ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു കച്ചമ്പറിനൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. ഉമ്മാമ ഉണ്ടാക്കുന്നത് ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. സാധാ ചോറിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും വേണ്ട, ഈ ഒരു കച്ചമ്പർ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും, അത്രയും ടേസ്റ്റാണ്. ഉമ്മാമ ഇങ്ങനെ ഞമണ്ടിയിട്ടൊക്കെ എടുക്കുന്നതിനുള്ള ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതെന്തായാലും ഒരു എന്താ പറയുക, മിസ്സിങ് ഫീലിംഗ് തന്നെയാണ്, കാരണം ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സെർവ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഫോട്ടോന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്ലേറ്റിലൊക്കെ ഇട്ട് സെർവ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഓരോ പ്ലേറ്റിൽ അങ്ങിട്ടിട്ട് ചോറ് തിന്നാൽ മതിയല്ലോ. അങ്ങനെ ചോറും കച്ചമ്പറും ബീഫ് കറിയും പിന്നെ അതുപോലെ കുറച്ച് അച്ചാറും ഒക്കെ ആയിട്ട് ഉച്ചക്കത്തെ ചോറ് കുശാലായി. കുറേ ദിവസമായിട്ട് പപ്പടം ഒന്നും കിട്ടുന്നില്ല, അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. ഇങ്ങനെയുള്ള ചോറിന് പപ്പടം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ബീഫ് കറിയൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്തായാലും അടിയിൽ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ചോറ് ആ ഒരു പാത്രത്തിൽ, ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ മതി, ഇങ്ങനെ എന്താ പറയുക, വടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കുറച്ച് ഒരു കഷ്ണം ബീഫും പിന്നെ അതുപോലെ തന്നെ അച്ചാറും കച്ചമ്പറും ഒക്കെ ഇട്ടിട്ട് പരക്കി തിന്നാൽ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ലൈം ടീയും കൂടെ ആയപ്പം അടിപൊളിയായി, മാഷാ അല്ലാ. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചൂടുകൊണ്ട് എവിടെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്തൊരു സമയമാണ്. അപ്പോൾ ഉമ്മാൻ്റെ കലാപരിപാടികളാണ് ഇതൊക്കെ. വുളൻ നൂല് കൊണ്ട് ഉമ്മ പണ്ടേ ചെയ്യുന്നതാണ്. ക്യാപ്പ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അതൊക്കെ റെഡിയായി കംപ്ലീറ്റ് ആയി വന്നു കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളെന്തായാലും ഇത് നാളെയാണ് കാണാൻ. ഇനിയിപ്പം ഈവനിങ്ങിൽ എന്തെങ്കിലും ചായക്കൊരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ചൂട് കാരണം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായി. പിന്നെ രാത്രിക്കേക്കാണെങ്കിൽ രാവിലത്തെ ഇഡ്ഡലിയും ദോശയും അതുപോലെ ഉച്ചക്കത്തെ ചോറൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രിക്കേക്കൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. പിന്നെ റെസിപ്പീസൊക്കെ കുറേ ആൾക്കാർ ട്രൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഇനിയും വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഫെയിൽ ആവില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, കാരണം ഞാൻ സക്സസ് ആയത് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പോൾ പുതിയ ടിപ്സും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈമോൻസ് കിച്ചൻ. Stay home, stay safe. Take care and bye. Thank you.